പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കൊയിലാണ്ടി വിഷനിലേക്ക് സ്വാഗതം. ചരിത്രത്തിലാദ്യമായി കോട്ടൂർ പഞ്ചായത്തിൻ്റെ ഭരണം UDFിൻ്റെ കൈകളിലേക്ക്. 20 അംഗങ്ങളുള്ള കോട്ടൂർ പഞ്ചായത്തിൽ UDFിന് 10 അംഗങ്ങളും LDFിന് 10 അംഗങ്ങളും വന്നതോടുകൂടി നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാനം UDFിൻ്റെ കൈകളിലേക്ക് വന്നണഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി UDFിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്ക് പ്രൗഢോജ്വലമായ സ്വീകരണം പ്രവർത്തകർ ഏർപ്പെടുത്തി. കോട്ടൂർ പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റ് സുജാത ടീച്ചറെയും മറ്റംഗങ്ങളെയും UDFിൻ്റെ പ്രവർത്തകർ സ്വീകരണ നഗരിയിലേക്ക് ആനയിച്ചു. സ്വീകരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ KK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കോട്ടൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം നടന്നിരിക്കുകയാണ്. ആ ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി കോട്ടൂരിൽ നിലകൊള്ളുന്നത്. മുസ്ലിം ലീഗ് നേതാവ് സാജിദ് നടുവണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ വേദിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട KK അബൂബക്കർ കാവിൽ P ശ്രീ K രാജീവൻ, സർവോപരി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗരത്വത്തിലേക്ക് നടന്നു വന്നിട്ടുള്ള പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത ടീച്ചർ, ഹസൻ കോയ മാഷ് ഉൾപ്പെടെ, അഹമ്മദ് കോയ മാഷ് ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ ബഷീർ മറയത്തിങ്കൽ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പലരും എന്നോട് പറഞ്ഞത്, ഇന്നലെ പോയിട്ട് ഒന്നുകൂടി കണ്ണ് തിരുമ്പി നോക്കി, ഉറക്കത്ത് കണ്ടതാണോ അല്ലുള്ള തന്നെയാണോ, വീട്ടിലുള്ള അമ്മേനെ പിടിച്ചു നോക്കി, ശരിക്കും അമ്മ തന്നെയാണ്, പിന്നെ ഉറക്കത്ത് കണ്ടതല്ല, ഉള്ളത് തന്നെയാണ്. സത്യമാണ്. കോട്ടൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസാരഥ്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോ ബഹുമാന്യരായ നിരവധി സഖാക്കൾ അവരിങ്ങനെ മനസ്സുകൊണ്ട് പറയുക, ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും ചെയ്യായിരുന്നല്ലോ, എന്തായാലും മാറൂല എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നതിന് എന്നെ ചെയ്തു പോയത്, അല്ലെങ്കിൽ ഞങ്ങളും ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നതെന്ന് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലേക്ക് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏൽപ്പിച്ച
കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലും നല്ലവരായ CPM-ന്റെ അനുഭാവികളായ സഖാക്കളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഈ നാടിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ വിഷയങ്ങളും നെഞ്ചോട് ചേർത്ത് എങ്ങനെയാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നിർവഹിക്കപ്പെടേണ്ടത് എന്ന അനുഭവത്തിലൂടെ ബഹുമാന്യയായ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമെന്ന് അനുഭവങ്ങളിലൂടെ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യ വഴികളിലൂടെ ലഭ്യമാകുന്ന അധികാരം എന്ന് പറയുന്നത് അത് ഈ രാജ്യത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. ജനാധിപത്യത്തിലെ യജമാനന്മാർ ജനങ്ങളാണ്, പൗരന്മാരാണ്, അവരാണ് യജമാനന്മാർ. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച് പിണറായി വിജയനും സഖാക്കൾക്കും വാർഡുകൾ വിട്ടുമുറിക്കാം. അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടിക കൃത്രിമം കാണിക്കാം. പക്ഷെ കോഴിക്കോട്ടെയും കോട്ടൂരിലെയും ജനങ്ങളുടെ മനസ്സും മനസ്സാക്ഷിയും വിട്ടുമുറിക്കാൻ ഒരു സഖാവിനും സാധിക്കില്ല എന്ന് പറഞ്ഞത് ജനം ഏറ്റെടുത്തിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യം സുജാത ടീച്ചറുടെ പേര് ചരിത്രത്തിന്റെ ഭാഗമാകുന്നു ഈ ടീം UDF-ന്റെയും. ഒരു കാര്യം ഞാൻ കോട്ടൂർക്കാർക്ക് ഉറപ്പു തരുന്നു, ഒരിക്കൽ പോലും കോട്ടൂർ പഞ്ചായത്ത് ഓഫീസ് ഇനി മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ പാർട്ടി ഓഫീസ് ആയിരിക്കില്ല, അത് ജനങ്ങളുടെ ഓഫീസായിരിക്കും. ചുവപ്പ് ഡയറിയുള്ളവനും ചുവപ്പ് ഷാലിട്ടവനും അവിടെ സ്വാഗത പോകാതിരിക്കില്ല. ആരെയും, ഏത് ജനത്തിനെയും, ആവശ്യമായി വരുന്ന ആരെയും അവിടെ സ്നേഹത്തോടെ സ്വീകരിക്കും. ഈ അധികാരം ലഭിക്കുമ്പോൾ ഞങ്ങളുടെ അഭിമന്യനായ നേതാവ്, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽ ഭടന്മാരെന്ന് അഭിമാനത്തോടെ പറയുന്ന പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ഞങ്ങൾ ജയിച്ചതല്ല, ജനം ജയിപ്പിച്ചതാണ്. ആ വാക്കുകളായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിലെ മുഖമുദ്ര എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. UDF പ്രവർത്തകർ നൽകിയ സ്വീകരണ പരിപാടിക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. ഈ യോഗത്തിലെ എത്തിയ ആരാധ്യനായ നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺകുമാർ അവർ, മറ്റ് ഈ യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കോട്ടൂരുകാരെ, ഞാനല്ല ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. അതാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങളുടെ ശക്തിയാണ് നിങ്ങളുടെ ശക്തിയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന, ഓരോരുത്തരെയും കഠിന ശ്രമം, അതിൽ ജാതിഭേദമോ ഒരു കക്ഷി രാഷ്ട്രീയമോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയാണ് ഈ പഞ്ചായത്ത്, ഈ നാട് ഭരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എനിക്ക് വേണം. നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ നാടിനെ ഒരു സ്വപ്ന സുന്ദര സുരഭില ഗ്രാമമാക്കി നമുക്ക് മാറ്റാം. 5 വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ ഭരണം തുടർന്നു കൊണ്ടേയിരിക്കണം. ഇനിയൊരു 64 വർഷം നമുക്ക് മുന്നോട്ട് പോകണം ഈ കോട്ടൂർ ഗ്രാമപഞ്ചായത്തുമായി. ഈ വൈകിയ വേളയിൽ നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനിയൊന്നും കൂടുതലൊന്നും പറയുന്നില്ല.